പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 7-ാം ദിനത്തില് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വലിയ പ്രാർത്ഥനയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ കൂടെയായിരുന്ന് അങ്ങയാൽ നയിക്കപ്പെടാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ആരാധനയിലൂടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടുന്ന ആ വലിയ സ്നേഹത്തെയോർത്ത്, പരിപാലനയോർത്ത്, അങ്ങയുടെ വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തിയും വിടുതലും ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, കർത്താവെ പ്രത്യേകിച്ചും ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, ഇവിടെ കുടുംബങ്ങള്, ഇവരായിരിക്കുന്ന ഇടങ്ങള്, ഇവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ വച്ചായിരിക്കാം, ഓഫീസിൽ വച്ചായിരിക്കാം, വാഹനത്തിൽ വച്ചായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, എവിടെയുമാകട്ടെ, അവിടേക്കൊക്കെ ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ, വിടുതൽ എന്നു പ്രാപിക്കാം. കർത്താവേ, ആരാധിക്കുന്ന മക്കൾക്ക് അങ്ങ് നൽകുന്ന വിടുതൽ, സ്വാതന്ത്ര്യം, സൗഖ്യം എല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അനുഭവവേദ്യമാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭഗ്നാശരാകാൻ കർത്താവേ ഞങ്ങൾക്ക് ഇടയാക്കല്ലേ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, ദാനിയേൽ ഫാസ്റ്റിംഗിന്റെ 7-ാം ദിനത്തില് വലിയ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ കൂടെയായിരിക്കും. നമ്മുടെ കൂടെ ആയിരിക്കുവാനും നമ്മിൽ പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ നമ്മളൊട്ടും ഭയപ്പെടണ്ട. നമ്മുടെ കൂടെ വന്ന് നമ്മിൽ വസിച്ച്, നമ്മുടെ മക്കളിൽ വസിച്ച്, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും ഈശോ കടന്നു വരും. ദാനിയേൽ ഫാസ്റ്റിംഗില് നമ്മൾ കാണുന്നുണ്ട്, ദാനിയേല് ഇതിനു വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ 10-ാം അധ്യായത്തില് കാവൽ ദൂതന്മാർ തമ്മിൽ ഒരു യുദ്ധത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ 21-ാം ദിവസം ഗബ്രിയേൽ ദൈവദൂതൻ ദാനിയേലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ ദിവസം തന്നെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, എന്നിട്ട് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ പേർഷ്യ രാജ്യത്തിന്റെ ദൂതൻ എന്നെ തടസ്സപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ദേശത്തിന്റെ അരൂപി, ദേശത്തിന്റെ അധിപൻ അല്ലെങ്കിൽ ദൂതൻ ഈ ഗബ്രിയേൽ മാലാഖയെ തടസ്സപ്പെടുത്തി 21 ദിവസം. ആ സമയത്താണ് ദൈവം ഗബ്രിയേൽ മാലാഖയെ സഹായിക്കാൻ വേണ്ടി മിഖായിൽ മാലാഖയെ അയക്കുകയാണ്.
അങ്ങനെ ഗബ്രിയേൽ മാലാഖ ദാനിയേലിനോട് പറയാണ്, ഈ യുദ്ധം മിഖായേൽ മാലാഖ ഏറ്റെടുത്തു, ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് 21-ാം ദിവസം ഗബ്രിയേൽ മാലാഖ ദാനിയേലിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദാനിയേലിനോട് ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചും ദൈവത്തിന്റെ സന്ദേശത്തെ കുറിച്ചും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. നമ്മള് ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങിയ അന്ന് തന്നെ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ദൈവം അതിശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. എന്നാൽ ചില തടസ്സങ്ങൾ അത് നമ്മുടെ ജീവിതത്തില് ദേശത്തിന്റെ, കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ, ചില പാപത്തിന്റെ, ചില ശാപത്തിന്റെ അരൂപികൾ തടസ്സപ്പെടുത്തും. ആ തടസ്സപ്പെടുന്ന അരൂപികളെ കർത്താവ് തന്നെ ഇടപെട്ട് നശിപ്പിച്ച് തകർത്ത് പരാജയപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അവിടുന്ന് ശക്തമായിട്ട് ഇടപെട്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആദ്യത്തെ ദിവസമല്ല ഗബ്രിയേൽ മാലാഖ വന്നേ, രണ്ടാമത്തെ ദിവസമല്ല, നമുക്കറിയാം 21-ാമത്തെ ദിവസം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിരാശപ്പെടാതെ, പിന്തിരിയാതെ ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ കരുത്തോടെ കർത്താവിന് അതിശക്തമായ ഇടപെടൽ. പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ പറയാം, പഴയ നിയമത്തില് ദൂതനെ അയച്ചെങ്കിൽ പുതിയ നിയമത്തിൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്നത് ആരെയാണ്? യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മൾ ദിവ്യകാരുണ്യത്തിന്റെ അതിശക്തമായ അഭിഷേകത്തിലേക്ക് വരണം. ഈശോ തന്നെ വരും, ദൂതനയച്ചല്ല, നേരിട്ട് വന്ന് ദൈവം ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. ഇമ്മാനുവൽ നമ്മൾ ആഗമന കാലത്തിൽ കൂടിയാണല്ലോ മക്കളെ. നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി കടന്നു വരുന്ന കർത്താവിന്റെ സജീവ സാന്നിധ്യത്തെ നമ്മൾ സ്വന്തമാക്കണം. ദാനിയേലിന്റെ ഫാസ്റ്റിംഗ് പ്രയറിനേക്കാളും ശക്തമായ അനുഗ്രഹത്തിന്റെ സാന്നിധ്യമുള്ള പുതിയ നിയമത്തിന്റെ ഒരു കൂട്ടാണ് നമ്മുടെ അവസ്ഥ, ഒരു കാലഘട്ടമാണ്, ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും വിശ്വാസത്തോടെ, ശരണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്റെ ദൂതനയക്കും, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ദൈവം തന്നെ വന്ന് നമ്മുടെ കാര്യത്തിൽ ഇടപെടും, നമ്മുടെ കൂടെ വസിച്ച് നമ്മിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ അതിലേക്കൊക്കെ വരും ഈ ദിവസങ്ങളിൽ, നമ്മിൽ വസിച്ച് നമ്മിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ദൈവാനുഭവം അതിലേക്ക് വരും നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പും ഉപവാസവും ഒക്കെ ശക്തമായിട്ട് എടുക്കാം. ദിവസങ്ങൾ കുറെ പേരൊക്കെ എന്നോട് ചോദിക്കേണ്ട, അച്ഛൻ എങ്ങനെയാ ചെയ്യേണ്ട, ഉപവാസം എങ്ങനെയാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒക്കെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ഇറച്ചിയും മീനും പാലും മുട്ടയും എല്ലാം വേണ്ടെന്ന് വെച്ച് പ്രത്യേകമായിട്ട് ഒരു നിയോഗം എടുത്തേക്കണം. പിന്നെ സാധിക്കുന്ന സമയത്തൊക്കെ, അച്ഛനോ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി ധ്യാനങ്ങളാണ്, കൺവെൻഷനുകളാണ്, സാധിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ രുചികരമായ, രുചികരമായ ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെച്ചു. അതോടൊപ്പം തന്നെ സുഗന്ധ ലേപനങ്ങൾ വേണ്ടെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തില് മീഡിയ, അച്ഛൻ പറഞ്ഞു, മീഡിയ റീല് കാണുക, സിനിമ കാണുക, ചില മീഡിയ വേണ്ടാത്തതൊന്നും കാണാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, രുചികരമായ കാര്യങ്ങൾ, നമുക്ക് ആസ്വാദ്യകരമായ കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മൾ വേണ്ടെന്ന് വെക്കണം. അത് വ്യക്തിപരമായ ഒരു തീരുമാനമായിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു. നിങ്ങളും കഴിയുന്ന രീതിയിൽ ത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും നോമ്പിന്റെയും ഉപവാസത്തിന്റെയും വിട്ടുപേക്ഷകന്റെയും പരിത്യജിക്കലിന്റെയും കരുത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ദേശത്തിന്റെ ദൂതൻ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ, മണ്ണിന്റെ, വ്യക്തി ജീവിതത്തിന്റെ മേലൊക്കെ ആധിപത്യം പുലർത്തിയ ദൂതന്മാരുണ്ട്. അവ തകർക്കപ്പെടണമെങ്കിൽ ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം, ഒട്ടും മടക്കരുത്. ദാനിയേൽ പ്രാർത്ഥിച്ച അന്നല്ല, രണ്ടാമത്തെ ദിവസമല്ല, അഞ്ചാമത്തെ ദിവസമല്ല, 10ാമത്തെ ദിവസമല്ല, 20ാമത്തെ ദിവസമല്ല, 21ാമത്തെ ദിവസം ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന്റെ അരികിലേക്ക് വന്നു. നമ്മുടെ കർത്താവ് അതിശക്തമായി കടന്നു വരും 21 ദിവസം. പിന്നീട് അങ്ങോട്ടും നമ്മുടെ ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം അഭിഷേകത്തിന്റെ ദിനങ്ങളായി മാറുവാൻ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയും കർത്താവിന്റെ സാന്നിധ്യം ഇടയാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം അനുഗ്രഹിക്കട്ടോ. കർത്താവിന്റെ സ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നിത്യ ആരാധനയിലും വിശുദ്ധ കുർബാനയിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് മിഖായേൽ മാലാഖയെ നമുക്ക് പ്രത്യേകം വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി യുദ്ധം നടത്താൻ, നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ, തടസ്സപ്പെടുന്ന അരൂപികളെ നിർവീര്യമാക്കാൻ ദൈവം തന്നിരിക്കുന്ന വലിയ സാന്നിധ്യമാണ് വിശുദ്ധ മിഖായേൽ മാലാഖ, സെന്റ് മൈക്കിൾ. നമുക്കൊരു നിമിഷം ദിവ്യാനുസ്ഥാനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നേരിടുന്ന ചില തടസ്സങ്ങൾക്ക് കാരണമായ അരൂപികൾ, ദേശത്തിന്റെ അരൂപിയാകാം, കുടുംബത്തിന്റെ മേൽ പാരമ്പര്യമായി കടന്നു വന്ന ചില അധികാരത്തിന്റെ അരൂപികളാകാം, ചില നമ്മുടെ വ്യക്തി ജീവിതത്തിന് തന്നെ ചില അരൂപികൾ നമ്മിലേക്ക് വന്നത് ചില ആഭിചാരത്തിലൂടെയോ നമ്മുടെ തന്നെ പാപത്തിലൂടെയോ പ്രമാണ ലംഘനത്തിൽ വന്നതായിരിക്കാം. എന്തുമാകട്ടെ, അരൂപികളെ തകർത്തെറിയാൻ, തോൽപ്പിക്കാൻ നമുക്ക് തേടുന്ന മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. മിഖായേൽ മാലാഖയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭാരത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിലൊരിക്കലും ജനങ്ങളെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ദിവ്യാനീശോയെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സമർപ്പിക്കുന്നു. പല പല അടിമത്തിൽ വീണുപോയ മക്കള്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെട്ടപ്പെട്ട മക്കള്, ബന്ധിക്കപ്പെട്ട മക്കള്, കർത്താവെ അങ്ങ് ഇടപെടണം, അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. ദൂതന്മാരെ അങ്ങ് അയക്കണം, മാലാഖമാരെ കാവൽ നിർത്തണം. വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി നൽകണം. അതിലേറെ കർത്താവെ അങ്ങ് തന്നെ ഞങ്ങളുടെ കൂടെ വസിക്കുന്നല്ലോ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഉപവാസത്തിന്റെ, നോമ്പിന്റെ, പ്രായശ്ചിത്തത്തിന്റെ, പരിഹാരത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഒരുമിച്ച് ചേർത്ത് കർത്താവെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ നിയോഗങ്ങള്, പ്രാർത്ഥനകള്, പ്രത്യേകിച്ചും അടിമത്വത്തില്, കെട്ടപ്പെട്ട അവസ്ഥയിൽ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പെട്ടുപോയ ഞങ്ങളുടെ മക്കള്, ഗടികളിൽ പെട്ടുപോയ മക്കള്, വലകളിൽ കുരുങ്ങിപ്പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, കർത്താവെ വശീകരിക്കപ്പെട്ടു പോയ മക്കള്, അങ്ങയുടെ ശക്തമായ ഇടപെടലിലൂടെ മോചനം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ചൈതന്യവും ശക്തിയും വിശുദ്ധിയും കൃപയും അഭിഷേകവും ദൈവിക ജീവന്റെ സമൃദ്ധിയും എല്ലാം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും തിരികെ ലഭിക്കുമാറാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കും മക്കളെ. ഈശോയുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളിൽ വന്ന് വസിക്കണമേ. യുദ്ധം അങ്ങ് ഏറ്റെടുക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ തകർത്തെറിയണമേ. അങ്ങ് രാജാവും കർത്താവുമായി വാഴണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മക്കളെ. ഇടമാലാഖമാരെ അയക്കണമേ. വിശുദ്ധരെ ഞങ്ങൾക്ക് സാന്നിധ്യം, മധ്യസ്ഥം നൽകി കൂടെ നിർത്തണമേ. അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് പങ്കുവെച്ചു കൊടുത്ത് ഈ വലിയ ശുശ്രൂഷയിലെ പങ്കുകാരാക്കി കർത്താവെന്ന് തീർത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അനേകയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന, പങ്കുചേരുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം എന്റെ ദിവ്യകാരുണ്യനാഥ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ മീഡിയയെ സമർപ്പിക്കുന്നു, ഈ ചാനലിനെ സമർപ്പിക്കുന്നു, കാർമൽ ധ്യാനകേന്ദ്രത്തെ സമർപ്പിക്കുന്നു. ദിവസങ്ങളിൽ എല്ലാ ധ്യാനങ്ങളെയും കൺവെൻഷനുകളെയും സമർപ്പിക്കുന്നു. ഫലദായകമാക്കണമേ,
കൃപാപൂർണമായിട്ട് മാറ്റണമേ, ജീവദായകമാക്കി മാറ്റണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം നിറച്ച് ശക്തി പ്രകടമാക്കി തിന്മയുടെ ആധിപത്യങ്ങളെ, അരൂപികളെ, തടസ്സപ്പെടുന്ന അരൂപികളെല്ലാം നിർവീര്യമാക്കി അങ്ങയുടെ ശക്തി കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും നമ്മുടെ ദേശം മുഴുവനിലും പ്രത്യേകിച്ച് സമയത്തായിരിക്കുന്ന എല്ലാ മക്കൾക്ക് നൽകണമേ. കരങ്ങൾ വിരിച്ചു പിടിച്ച അഭിഷേകം, ആരാധന, ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളിൽ വസിച്ച് ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഇമ്മാനുവലായ കൂടെ വസിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെയും അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു. അങ്ങ് വരണം, അങ്ങ് ഏറ്റെടുക്കണം, അങ്ങ് വാഴണം, അങ്ങ് ഭരിക്കണം. ആമേൻ.